കുറിച്ചാണ്. ശരിക്കും ജപ്പാനീസിൽ നടന്നൊരു കഥയാണ് കേട്ടോ. ഒരു ദിവസം ഒരു പെൺകുട്ടിയും എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നു. അവര് ആ ഗ്രാമത്തില് ഇത് മാത്രം ഈ ആൺകുട്ടികൾക്ക് മാത്രം ഈ പട്ടാളക്കാരാവാൻ പാടുള്ള. ആ പെൺകുട്ടിയുടെ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു. ഒരു ദിവസം അയാൾ പനി പിടിച്ചു. അത് കാരണം അതിൻ്റെ മോള് പറഞ്ഞു പോണ്ടെന്നൊക്കെ. അച്ഛൻ പോകുന്ന ഉദ്ദേശിച്ചു. അപ്പം ആ പെൺകുട്ടി തന്നെ പോയി. അപ്പോൾ ആണിൻ്റെ വിഷം തെറിച്ചാണ് പോയത്. അത് കാരണം ഈ പട്ടാളത്തിൻ്റെ ആൾക്കാരൊന്നും അറിഞ്ഞില്ല. അപ്പോൾ പെട്ടെന്നൊരു യുദ്ധം നടന്നു. അപ്പോൾ ഈ പെൺകുട്ടി ഒരു മഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പം ആ പെൺകുട്ടി പീരങ്കി വിട്ടിട്ട് അവരൊക്കെ മഞ്ഞിനടിയിൽ താത്തി. കള്ളന്മാരായിരുന്നു. അത് കാരണം ഈ പെൺകുട്ടി പെട്ടെന്ന് അതൊക്കെ വിടുമ്പോൾ മഞ്ഞൊക്കെ വീണിട്ട് മഞ്ഞിൽ കല്ലൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിക്ക് കുറച്ച് പരിക്കുകൾ പറ്റി. അപ്പോൾ ആ പെൺകുട്ടീനെ എണീപ്പിച്ചപ്പോൾ അവളുടെ ഹെൽമെറ്റ് പോയി. അത് കാരണം അവളുടെ മുടി കണ്ടപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി അവള് പെണ്ണാണെന്ന്. അത് കാരണം ഒരു പട്ടാളത്തിൽ നിന്ന് പുറത്താക്കി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ ഗ്രാമത്തിലേക്ക് വരുന്നതോടെ തിരിച്ചു പോയപ്പോഴാണ് ഗ്രാമത്തിലൊക്കെ ഈ കള്ളന്മാർ വന്ന് അവൾ കണ്ടത്. അപ്പോൾ അവൾ വിചാരിച്ചു ഇപ്പോഴും കള്ളന്മാർ ജീവനോടെ തോന്നും. അപ്പോൾ അവൾ വീണ്ടും പട്ടാളത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞു ഇപ്പം ഗ്രാമത്തിലൊക്കെ കള്ളന്മാർ വന്നു. അത് അപ്പം ഇവർ പറഞ്ഞു വിശ്വസിക്കില്ല എന്നൊക്കെ ഇവർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പെണ്ണ് പോയിട്ടോ. അപ്പം ഈ പെണ്ണ് പോയി കഴിഞ്ഞു. ആ പെണ്ണ് വിചാരിച്ചു അവൾക്ക് തന്നെ നേരിടാം, അവൾക്ക് രാജാവിനോട് പറയാം, അപ്പോൾ കുറേ സേനകൾ കിട്ടുന്നു. അപ്പോൾ അവൾ വിചാരിച്ചു. അപ്പം രാജാവിൻ്റെ അടുത്ത് പോയപ്പോൾ രാജാവിന് അപ്പോഴേ ആ കള്ളന്മാർ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ഈ പട്ടാളക്കാരൻ വിചാരിച്ചു ചിലപ്പോൾ ആ മഞ്ഞിന് ഞങ്ങൾ രക്ഷിച്ചതാണ്, അതുകൊണ്ട് ചിലപ്പോൾ പറയുന്നത് സത്യമാണെന്നൊക്കെ വിചാരിച്ചു. ഗ്രാമത്തിൽ പോയപ്പോൾ സത്യമായിട്ട് അവിടെ ഈ കള്ളന്മാരൊക്കെ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി രാജാവിൻ്റെ അടുത്തെത്തി കള്ളന്മാരെയൊക്കെ പിടിച്ച് ജയിലിലടച്ചു. അന്ന് മുതൽ ജപ്പാനീസിലെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും പട്ടാളത്തിൽ പോവാറുന്നു.